ഇന്നലെ സിനിമ ഇറങ്ങിയല്ലോ, സിനിമയ്ക്ക് ഇച്ചിരി നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. നെഗറ്റീവ് റിവ്യൂ ഒരുപാട് വന്നിട്ടുണ്ട്. നേരത്തെ കുട്ടി നമ്മളെ പടത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ചില റിവ്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് അച്ഛനെ കൂടെ കാണിക്കാന്ന് വിചാരിച്ച് ഞാൻ വന്നതാ. സ്വന്തം തന്തയുടെ തലയിൽ തന്നെ ചവിട്ടിയിലോട്ടാ സാമദ്രോഹി. വരവ് ഡയറക്ടർ none other than ഷാജി കൈലാസ്. നമസ്കാരം. മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനാണ് ഷാജി കൈലാസ്. ഇദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് അന്തം വിട്ടിട്ടുണ്ട്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഇദ്ദേഹത്തിന്റെ മേക്കിംഗ് ഷോർട്സ്, ഷോർട്ട് ഡിവിഷൻസ് ഇദ്ദേഹം യൂസ് ചെയ്യുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പരിപാടികൾ. ഇതൊക്കെ പറയണ്ടോ? വല്ല കാര്യമുണ്ടോ? എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കാര്യമാണ്. അതായത് ഷാജി കൈലാസ് AK സജിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ധ്രുവം പോലുള്ളൊരു സിനിമ. പക്ഷെ എഴുതി വന്നപ്പോ ഇതൊരു ശവമായിപ്പോ, ഒരു ചത്ത സിനിമ. ഒരു ഇമോഷൻസും നോക്കാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ടുള്ള ഒരു അപരാധ സിനിമ. ഒരു ഇമോഷൻസും നോക്കാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ടുള്ള ഒരു അപരാധ സിനിമ. പറയാതിരിക്കാൻ നിവർത്തില്ല ഗൈസ്. കൂതറ പടം. 2.25 മണിക്കൂർ വേസ്റ്റ് ആയി എന്ന് പറയുന്നതല്ലാതെ വരവ് എന്ന ചിത്രത്തെ കുറിച്ച് പറയാൻ വേറെ വാക്കുകളില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപരാധം. മലങ്കൾട്ട് ഡയലോഗുകളും ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ട് അസഹനീയമായ ഒരു ബോംബ് ചിത്രമായി മാറിയിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന വരവ്. എന്തൊരു മുറിപ്പിക്കലും മടിപ്പിക്കലാണ്. എന്തിനാ ദൈവമേ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കണേ? എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതില് ഷാജി കൈലാസിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ അറിയാലോ. നീ അത് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്കൂളിൽ പാട്ടൊക്കെ ഉണ്ട്. ആ പാട്ടിന്റെ വരികൾ എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ഒരു പടമാണ് വരവ് എന്നും പറഞ്ഞ് പടച്ചു വെച്ചിരിക്കുന്നത്. ഒരുമാതിരി ചാണാത്തി ചോട്ടി പോലെ. ഇതില് അസീസ് നെടുമങ്ങാടുണ്ട്. ഇതുപോലത്തെ ഒരു മൊണ്ണേഷ് കുമാർ, മൊണ്ണ താനി മൊണ്ണ മരപ്പൊട്ടൻ ചങ്ങ. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. ഇതിലും വലുതെന്തോ വരാനില്ലെന്ന എന്റെ സംശയം. പുല്ലും ചെടിയിലും വെച്ചിട്ട് സീൻ മറച്ചു കളയാ. നമുക്ക് കാണാൻ പറ്റുന്നില്ല. പുല്ല് കാണാൻ വേണ്ടിട്ടാണ് സിനിമ. ശരി, അത് ശരിയാക്കി എടുക്കാം. അടുത്ത സംഭവിക്കുമല്ലോ, അപ്പൊ ഞാൻ പിടിച്ചോളാം അല്ലേ അമ്മ? ടെക്നിക്കലി വെരി ബാഡ്. എന്തൊക്കെയോ ജഗപൊക കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി വരവ് കാണാൻ ആരെങ്കിലും തിയേറ്ററിലോട്ട് വരുമോന്ന് നമുക്ക് കണ്ടറിയാം. ഇത്രയും വൃത്തികെട്ട ഒരു പടത്തിന് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത് മതിയോ? ഇതെല്ലാം കേൾപ്പിച്ചോടാ. നീ എന്നെ കേൾപ്പിച്ചപ്പോ സമാധാനായോ? ഇവൻ ഇങ്ങനെ ഒരു ജാതി ഒരിക്കലും എന്നോട് കാണിക്കാൻ പാടില്ലായിരുന്നു. നീ എന്നോട് ഇങ്ങനെ ചെയ്യലായിരുന്നു. അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കോക്ക് എന്ന് പറഞ്ഞത്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. അതൊക്കെ നമുക്ക് നല്ല ആൾക്കാരാണ്. അവരൊക്കെ പറയുന്നതൊക്കെ കറക്റ്റ് അനലൈസ് ചെയ്ത് പറയുന്നവരാണ്. അതുകൊണ്ട് അവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാർ സമ്മതിച്ചിട്ട് വേണ്ടേ? കണ്ടല്ലോ, പുള്ളി കണ്ട് കറക്റ്റാണ്. പുള്ളിയുടെ ഇതിനകത്ത് ആംഗിളിൽ വെച്ച് നോക്കുമ്പോൾ പുള്ളി കറക്റ്റാണ്. പക്ഷെ എന്റെ ആംഗിൾ വെച്ച് എന്റെ ബ്രില്യൻസിനനുസരിച്ചുള്ള പ്രേക്ഷകർ സിനിമയ്ക്ക് കയറിയില്ല എന്നുള്ളതാണ് വസ്തുത.